അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനിലേക്ക് പോവുകയാണ്. അങ്ങയുടെ ഉത്തരത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്ര ഗൗരവതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം നടത്തി മസാല ബോണ്ടുകൾ വഴി ഇത്തരത്തിൽ ചില ഇടപാടുകൾ ഫെമ നിയമമൊക്കെ ലംഘിച്ച് ഇതൊക്കെ നടത്തിയിട്ടും എത്രത്തോളം നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വരുമ്പോൾ അതല്ലേ ഏറ്റവും പ്രധാനമായ ഒരു ആശങ്കയായി കാണിക്കാൻ പോകുന്നത്? കാരണം ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. റിസർവ് ബാങ്കിൻ്റെ കിട്ടിയിട്ടുണ്ട്, പോരെ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രതിനിധി, വളരെ ചിരിച്ച് പരിഹാസ രൂപേണ പ്രതികരണം നടത്തുന്ന ഒരു മുൻ ധനമന്ത്രി, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മറ്റ് നേതാക്കളൊന്നും തന്നെ ഇതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു കാര്യം. ഇതിലൊക്കെ ആത്യന്തികമായി പറ്റിക്കപ്പെടുന്നത് ആരാണ്? ഇവിടുത്തെ സാധാരണക്കാർ. ശ്യാം, ഈ 2007 കാലഘട്ടത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, ഈ നന്ദിഗ്രാമിൽ വെടിവെപ്പ് നടന്നു. നന്ദിഗ്രാമിലെ കൃഷിക്കാരുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് അത് ടാറ്റയ്ക്ക് കൊടുക്കാനുള്ളൊരു ശ്രമം നടന്നു. അതിനെതിരെ അവിടെ വലിയ പ്രക്ഷോഭം നടന്നപ്പോൾ അതിനെതിരെ വെടിവെപ്പ് നടന്നു. അന്ന് അത് ഇവിടെ കേരളത്തിൽ ചർച്ചയായപ്പോൾ CPM-കാർ പറഞ്ഞെന്തറിയോ, ബംഗാളി വികസനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തത്, അത് നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾക്ക് അറിയാം നേരിടാൻ, അതൊന്നും വലിയ വിഷയമല്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് നന്ദിഗ്രാമിൽ MLA-യുടെ പേര് സുവേന്ദു അധികാരി എന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാം അസംബ്ലി മണ്ഡലത്തിൽ സുവേന്ദു അധികാരി എന്ന BJP നേതാവ് തോൽപ്പിച്ചത് മമതാ ബാനർജീനെയാണ്. മമതാ ബാനർജി തോറ്റ് സുവേന്ദു അധികാരി എന്ന് പറയുന്ന BJP-കാരൻ ജയിച്ച് ആ മണ്ഡലത്തിൽ CPM-ന് കെട്ടിവെച്ച കാശില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളെയോ? ഇന്ത്യയിലെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ഇവിടെ വമ്പന്മാർ, കൊമ്പ് കുത്തിയ വമ്പന്മാരുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? 1990-കളുടെ ആദ്യത്തിലും മറ്റും ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് നടത്തിയ പ്രസ്താവനകൾ ഓർമ്മയുണ്ടല്ലോ. ആ ലാലു പ്രസാദ് യാദവ് ഇന്ന് എവിടെയാണ്? 10 കൊല്ലം ജയിലിൽ കിടന്നിട്ട് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുക. മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കി നോക്കിയിട്ട് ഒന്നും ക്ലച്ചും പിടിക്കുന്നില്ല, ബ്രേക്കും പിടിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഒരു ശക്തമായ ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ. ഇവിടുത്തെ ഈ നിരീക്ഷകന്മാരും രാഷ്ട്രീയക്കാർക്കും ഒക്കെ പറ്റുന്ന അപകടം എന്താ വെച്ചാൽ, നമ്മൾ രാജ്യത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെ, ഇവിടുത്തെ വോട്ടർമാരൊന്നും വില കുറച്ചോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യരായിട്ടോ കാണുമൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇന്ന് ഞാനിപ്പോൾ ഈ ജനൻ TV ചർച്ചയിൽ കയറുന്നതിന് മുമ്പ് കേരളത്തിലെ പല ചാനലുകളിലും നടന്ന ഈ വിഷയത്തിൽ നടന്ന ചർച്ചയെ പറ്റി ഞാൻ ശ്രദ്ധിച്ച സമയത്ത് മനസ്സിലാക്കിയത്, ഈ മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ, കിഫ്ബിയുടെ പണമിടപാടിൻ്റെ കാര്യത്തിൽ, കിഫ്ബി ആ കിട്ടിയ പണം ഇവിടെ ഉപയോഗിച്ച കാര്യത്തിൽ, ഈ കാര്യത്തിലെല്ലാം നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഏതാണ്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പിന്നെ ഇവർ റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ ഉണ്ട്. റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ ഈ സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്, നിബന്ധനകൾക്കും അതുപോലെ തന്നെ ചട്ടങ്ങൾക്കും വിധേയമാണ് റിസർവ് ബാങ്കിൻ്റെ കണ്ടീഷൻസ്. ആ കണ്ടീഷൻസിന് അനുസൃതമായിട്ടല്ല പിന്നീട് പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങളൊരു പെർമിഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് റോട്ടിൽ വണ്ടി ഓട്ടാൻ ലൈസൻസ്, നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടും, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾക്ക് ടാക്സ് അടച്ചാൽ ടാക്സ് പേ ചെയ്ത റെസീറ്റ് കിട്ടും, നിങ്ങൾക്ക് പെർമിറ്റും വണ്ടിയും ഒക്കെ വെച്ച് നിങ്ങൾക്ക് വണ്ടി ഓട്ടിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റോങ് സൈഡിലൂടെ ഓട്ടിക്കാൻ പറ്റുമോ? അത് റോങ് സൈഡിലൂടെ ഓട്ടിക്കാനുള്ള ഒരു അവകാശമാണോ, ഒരു അധികാരമാണോ? ഇത് റോങ് സൈഡിലൂടെ ഓട്ടിക്കാനുള്ള ഒരു അധികാരമോ അവകാശമോ കിട്ടുന്നില്ല. നിങ്ങൾക്ക് വെഹിക്കിളിന് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ഓട്ടുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് റോങ് സൈഡിൽ ഓട്ടാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ്. റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ കിട്ടി, പക്ഷേ റോങ് സൈഡിലൂടെയാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പിന്നീട് ED കേസെടുത്തിരിക്കുന്നത്. റിസർവ് ബാങ്കിന് കേസെടുക്കാൻ അധികാരമില്ല, EDക്കാണ് കേസെടുക്കാൻ അധികാരം. ED അത് കേസെടുത്തു, ചോദ്യം ഹാജരാവാൻ നോട്ടീസ് കൊടുത്തു. ഇവിടെ എന്താ റെജി ലൂക്കോസ് പറഞ്ഞത്? ED കേരള ഹൈക്കോടതി മുമ്പാകെ ഈ മറുപടി കൊടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ബോറാണ്. കാരണം ഇതൊക്കെ വാർത്തകളിൽ 2022 സെപ്റ്റംബർ മാസം 24 പത്രം എടുത്ത് വായിച്ചു നോക്ക്, അല്ലെ ഓൺലൈൻ എടുത്ത് വായിച്ചു നോക്ക്. 2022 സെപ്റ്റംബർ 23 EDയുടെ മറുപടി അവിടെ ഫയൽ ചെയ്തു കഴിഞ്ഞു. ആ ഫയൽ ചെയ്ത മറുപടിയിൽ ED പറഞ്ഞ കാര്യങ്ങൾ 2022 സെപ്റ്റംബർ മാസം 24 പത്രങ്ങളിലുണ്ട്.
ഇ ഡി നിഷേധിച്ചിരിക്കുന്നു. തോമസ് ഐസക് പറഞ്ഞത് ശരിയല്ല എന്ന് ഇ ഡി പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഇ ഡി എന്ന് മറുപടി കൊടുത്തു? 2022 സെപ്റ്റംബർ മാസം 23 മറുപടി കൊടുത്തു. അതിൻ്റെ വാർത്തകൾ വന്നു. പക്ഷേ ആ കേസ് അവിടെ ലിസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്, അത് ഹൈക്കോടതി കിടക്കുകയാണ്. അതിന് ഏത് കാലത്താണ് തീരുമാനിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് മറുപടി കൊടുത്തിട്ടില്ല, ഇ ഡി ഒളിച്ചോടിപ്പോയി, അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണ്. കേരള ഹൈക്കോടതിയിൽ ഇ ഡിക്ക് മറുപടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? തോമസ് ഐസക് ഇ ഡിയുടെ നോട്ടീസിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ഫയൽ ചെയ്ത ഹർജിയിൽ ഇ ഡിക്ക് കേരള ഹൈക്കോടതിയിൽ മറുപടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും പറയാം. പിന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നത് എന്താണ്? ഇവിടെ ഈ പണം ഉപയോഗിച്ച് ഇവർ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ പണത്തിൻ്റെ പലിശയും മുതലും തിരിച്ചടയ്ക്കാൻ എവിടുന്നാണ് പൈസ? ഇവിടെ പെട്രോളിനടക്കം വാങ്ങുന്ന സെസ്സിൽ നിന്ന് എടുത്തിട്ടാണ് ഇതിൻ്റെ പലിശയും മുതലും തിരിച്ചടയ്ക്കുന്നത്. ആ പൈസ ഓഡിറ്റബിൾ അല്ലേ? അത് ഓഡിറ്റബിൾ അല്ലേ? അപ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെട്ട പണം എടുത്ത് വിനിയോഗിക്കുന്നത് വേറൊരു കടത്തിൻ്റെ ബാധ്യത തീർക്കാൻ. എന്നിട്ട് പറയുകയാണ് കിഫ്ബി ഓഡിറ്റ് ചെയ്യേണ്ടതെന്ന്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞിട്ടുണ്ട് ചട്ടവിരുദ്ധമാണ്, കിഫ്ബി ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്. അത് സുപ്രീം കോടതിയിലാണ് വിഷയം കിടക്കുകയാണ്. അപ്പോൾ ഇത് കോടതികളിൽ വിഷയം സമയമെടുക്കുന്നതിന് ഇപ്പം ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിയമവിരുദ്ധമായാണ് സംഭവിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഭവിച്ച പ്രവർത്തനങ്ങൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരും. അത് രണ്ട് രീതിയിലാണ്. പണ്ട് ഫെറ ആക്ട് ആയിരുന്നു, ഇവിടെ രാജേഷിന് അറിയാം, ഫെറ ആക്ട് ആയിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. 1991 ഇന്ത്യ ഗവൺമെൻറ്റിന് തോന്നി ഫെറ വേണ്ട, ഫെമ മതി, മെയിൻ്റനൻസ് മതി, റെഗുലേഷൻ വേണ്ട. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇത് ഫൈനിൽ ഒതുക്കുകയാണ്. നിങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചാൽ നിങ്ങൾ ഫൈനാണ് നിങ്ങൾ അടക്കേണ്ടി വരിക. അങ്ങനെയാണ്. പണ്ടത്തെ പോലെ അറസ്റ്റും ഡിറ്റൻഷനും ഒന്നുമില്ല. അത് ഒരു നയമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. അന്ന് 91 നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ നയമാറ്റമാണ്. അതിനുശേഷം വന്ന സർക്കാരുകൾ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടെ ഇന്ത്യ ഭരിച്ച സമയത്തെല്ലാം ആ ഫെമയിൽ ഒരു അണക്കവും സംഭവിച്ചിട്ടില്ല. കാരണം ഗവൺമെൻറ് പറയുന്നത് ഫൈൻ അടച്ചാൽ ഗവൺമെൻറ്റിന് ലാഭമാണെന്നാണ്, അപ്പോൾ ഗവൺമെൻറ്റിന് വരുമാനമാണ്. അപ്പോൾ അങ്ങനെയാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് അതാണ് ഉചിതമെന്ന് തോന്നുന്നു. അവർ ഫൈന് വാങ്ങിക്കുന്നു, അവർ ഫൈന് വാങ്ങി ഇത് സെറ്റിൽ ചെയ്യുന്നു, ഇത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവരെ ആരെയും നാളെ പിടിച്ച് ജയിലിലിടാനുള്ള നിയമം ഇല്ല. അങ്ങനെ ഒരു നിയമം ഇല്ലാത്തിടത്തോളം കാലം ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങളെ അങ്ങനെ നോട്ടീസ് അയച്ചാൽ നിങ്ങൾ അംഗീകരിക്കില്ല. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊക്കെ കേട്ടാ ചിരിക്കുക എന്നല്ലാണ്ട് എന്താ പറയാ. കേരള ഗവൺമെന്റ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതെ, ഈ ഓഡിറ്റിങ് ആ പോയിന്റ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കുമായിരുന്നു. ഈ ഓഡിറ്റ് ചെയ്ത സർക്കാർ നിയോഗിച്ച ഓഡിറ്റർ സൂര്യ ആൻഡ് കമ്പനിയുടെ ഡയറക്ടർ വേണുഗോപാൽ. ആരാണ് ഈ വേണുഗോപാൽ? എം ശിവശങ്കറിന്റെ വിശ്വസ്തനും ഓഡിറ്ററും. അപ്പൊ കൂടുതലൊന്നും പറയണ്ടല്ലോ.